കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ എല്ലാവർക്കും സ്നേഹമാണ്. ദൈവവചനവുമായി ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുമ്പിൽ കടന്നു വരുവാൻ തമ്പുരാൻ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. മനുഷ്യ ജീവിതത്തിൻ്റെ ബദ്ധപ്പാടുകളുടെ ഏക ലക്ഷ്യം എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളത്. രക്ഷപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ ബന്ധപ്പെടുന്ന ബദ്ധപ്പാടുകൾ, തത്രപ്പാടുകൾ വളരെ വലുതാണ്. ദൈവവചനത്തിനകത്തും നമ്മൾ കാണുന്ന ഒരനുഭവം, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്ന ഒത്തിരി ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് പകൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം മുതൽ നമ്മൾ കാണുന്ന ഒരു ഭാഗത്തേക്ക് അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കുക. ഒരു മനുഷ്യൻ വളരെ പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്യും. അവന്റെ യാത്ര വെറുതെയുള്ളൊരു യാത്രയല്ല. അവൻ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം, ഒരു നല്ല ശുഭത ഉണ്ടാകണം എന്നുള്ള കരുതലോടുകൂടെയുള്ള ഒരു യാത്ര. എന്നാൽ ഈ യാത്രയ്ക്ക് നടുവിൽ സംഭവിച്ചതായ കാര്യം നമ്മൾ ആ വചനഭാഗത്ത് കാണുന്നു. അവൻ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളേറ്റു. അവന്റെ ശരീരം മുഴുവൻ നഗ്നമായി അർത്ഥപ്രാണനായി അവനെ വഴിയിൽ കളഞ്ഞിട്ട്. നമ്മുടെയും ജീവിതയാത്രയിൽ ഇതിൽ നിന്നും വ്യത്യസ്തമല്ലാത്ത പല അനുഭവങ്ങളിലൂടെ ആകാം ഇന്ന് പകൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ സമ്പാദിച്ച നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ ശത്രു കവർന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ആരോഗ്യം കവർന്നിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ തലമുറയായിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതം. എന്തെങ്കിലുമൊക്കെ മോഷ്ടിക്കപ്പെട്ട് അല്ലെങ്കിൽ കവർച്ച ചെയ്യപ്പെട്ട് കള്ളന്മാരാൽ പിടിക്കപ്പെട്ടതുപോലെ നഷ്ടപ്പെട്ടതുപോലെ നഷ്ടബോധത്തിന് മുമ്പിൽ അവിടെ നിന്നായിരിക്കുന്നെങ്കിൽ ഇന്ന് പകലൊരു സന്ദേശം കർത്താവിന് നമ്മളോട് പറയാനുണ്ട്. നമുക്കത് വളരെ ശ്രദ്ധയോടുകൂടെ കേൾക്കാം. അടുത്തൊരു ഭാഗം ഇവിടെ കാണുന്നത്, അവൻ ഒത്തിരി മുറിവേറ്റു. ശാരീരികമായ മുറിവ് നിമിത്തം അവന്റെ മനസ്സൊത്തിരി മുറിവ്. അപ്പൊ ശരീരവും മനസ്സും മുറിയപ്പെട്ട് വളരെ വേദനയിലായിരിക്കും. ഈ ശബ്ദം കേൾക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ നിലവാരങ്ങളിൽ നിങ്ങളുടെയും അകത്ത് ശാരീരികവും മാനസികവുമായ മുറിവുകൾ സംഭവിച്ചാണ് ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം ഇന്ന് പകൽ നിങ്ങളെ തേടിയെത്തുക. അപ്പൊ കവർച്ച ചെയ്തും മുറിപ്പെട്ടും കിടക്കുന്ന ഈ സഹോദരന്റെ മുമ്പിൽ അടുത്തൊരു ശബ്ദമാണ് കാണുന്നത്. അവൻ പ്രതീക്ഷിച്ച പലരും അവന്റെ മുന്നിലൂടെ പോയിട്ടും അവരാരും അവനെ തിരിഞ്ഞുപോലും നോക്കിയില്ല. പുരോഹിതൻ ആ വഴിയെ പോന്നു, ലേവ്യൻ ആ വഴിയെ പോന്നു. പല ശബ്ദങ്ങൾ താൻ കേൾക്കുന്നു. പല സമയങ്ങളും തനിക്കൊരു പ്രതീക്ഷയുണ്ടായി, അവരെന്നെ നോക്കുമായിരിക്കും, അവരെന്നെ സഹായിക്കുമായിരിക്കും. എൻ്റെ ഈ ആപത്തിനകത്ത്, എൻ്റെ ഈ വേദനയ്ക്കകത്ത്, എൻ്റെ ഈ നിരാശയ്ക്കകത്ത് ആരെങ്കിലും എന്നെ സഹായിക്കും എന്നൊക്കെ ഒത്തിരി പ്രതീക്ഷയോടുകൂടെ നോക്കിയിരിക്കുക. പക്ഷെ അവന്റെ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തായി. അർത്ഥപ്രാണനായി തകർച്ചയുടെ നടുവിൽ ഏത് സമയത്തും തൻ്റെ ജീവൻ നഷ്ടപ്പെടാം എന്നൊരു അനുഭവത്തിലായിരിക്കുമ്പോൾ ലൂക്കോസ് 10 അതിന് 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, വീഞ്ഞും എണ്ണയും പകർന്ന് മുറിവുകളെ കെട്ടി വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടെത്തിച്ച് രക്ഷ ചെയ്തു. ഇന്ന് പകൽ എനിക്ക് പറയുവാനുള്ള ഒരു സന്ദേശം ഇതാണ്. രക്ഷ ചെയ്യുവാൻ നമുക്ക് മുൻപിൽ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു നല്ല ശമരിയക്കാരൻ. ആ ശമരിയക്കാരൻ ആരാ? അത് മറ്റാരുമല്ല, നസ്രയനായ നമ്മുടെ യേശു. അപ്പൊ യേശു ഇന്ന് പകൽ രക്ഷ ചെയ്യുവാൻ വരുമ്പോൾ അവിടെ 3-4 വാക്കുകൾ അവിടെ പെടുത്തുന്നു. അതിലേക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ശ്രദ്ധയൊന്ന് കൊണ്ടുവരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ശ്രദ്ധിക്കുക. ഒന്ന്, എണ്ണയും വീഞ്ഞും പകർന്നു. വളരെ വേദനാജനകമായ അനുഭവത്തിൽ കിടക്കുന്ന ഈ അർത്ഥപ്രാണനായ ഈ സഹോദരന്റെ മുൻപിൽ ഒരു സംഭവവും തിരിച്ചു പ്രതീക്ഷിക്കാതെ, അല്ലെങ്കിൽ അവങ്കൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ ഈ ശമരിയക്കാരൻ തൻ്റെ എണ്ണയും വീഞ്ഞും അവിടുന്ന് പകരുകയാണ്. ദൈവവചന വ്യാഖ്യാനത്തിന് മുമ്പിൽ എണ്ണയ്ക്കും വീഞ്ഞിനും ഒക്കെ ഒത്തിരി അർത്ഥങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്. എന്നാൽ അതിലേക്കൊന്നും പോകുവാനല്ല എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ആശ്രയമറ്റു കിടക്കുന്നിടത്ത് ആശ്വാസമായി ഒരു നല്ല ശമരിയക്കാരൻ കരുതി വെച്ച എണ്ണയും വീഞ്ഞും നിനക്ക് വേണ്ടി പകരാൻ, എണ്ണയും വീഞ്ഞും നിനക്ക് പകർന്ന് ഇന്ന് പകൽ നിന്നെ രക്ഷ ചെയ്യുവാൻ ഒരു ശമരിയക്കാരൻ ഇറങ്ങി വന്നിരിക്കും. എൻ്റെ ചോദ്യം, സ്നേഹിത, എന്ത് കണ്ടിട്ടാണ് ഈ ശമരിയക്കാരൻ അവന്റെ എണ്ണയും വീഞ്ഞും നമുക്ക് പകർന്നത്? നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറിച്ച് പ്രതീക്ഷിച്ചോണ്ടാണോ? അല്ല അല്ല അല്ല, ഒരിക്കലും അല്ല. ഇന്ന് പകൽ അവൻ ആഗ്രഹിക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, നീ രക്ഷ പ്രാപിക്കണം. ലോകത്തിൽ ഒരു മനുഷ്യനും മറിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ ഇതാ ഈ ശമരിയക്കാരൻ ഒന്നും പ്രതീക്ഷിക്കാതെ അവൻ കരുതിയ എണ്ണയും വീഞ്ഞും ഈ മുറിവേറ്റവന് വേണ്ടി അവിടുന്ന് പകരുക. ഇതേപോലെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തിന്റെ അകത്ത് വളരെ വേദനയുടെ അനുഭവത്തിലൂടെ അവിടുന്ന് കടന്നു പോകുമ്പോൾ ഒരല്പ എണ്ണ ഒന്ന് പൂശിയിരുന്നെങ്കിൽ, അല്പം വീഞ്ഞ് ഒന്ന് ലഭിച്ചിരുന്നെങ്കിൽ എന്നോർത്ത് ഭാരപ്പെടുമ്പോൾ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാത്ത ഈ നല്ല ശമരിയക്കാരൻ ഇതാ നീ ആയിരിക്കുന്ന നിന്റെ ഫ്ലാറ്റിൽ, നീ ആയിരിക്കുന്ന നിന്റെ വീട്ടിൽ, നീ ആയിരിക്കുന്ന നിന്റെ ബെഡ്റൂമിനകത്ത്, നീ ആയിരിക്കുന്ന നിന്റെ ഓഫീസ് റൂമിനകത്ത് നിനക്ക് വേണ്ടി ഇറങ്ങി വരിക. ഇവിടെ ഈ സഹോദരൻ ഒന്ന് ശ്രദ്ധിച്ചേ. അവൻ പ്രതീക്ഷിച്ച് അവൻ കരുതിക്കൊണ്ട് വന്നതെല്ലാം തകർന്നു പോയപ്പോൾ, മോഷ്ടിക്കപ്പെട്ടപ്പോൾ, ശമരിയക്കാരന്റെ കരുതൽ മുഴുവൻ, അല്ലെങ്കിൽ കരുതിയ എണ്ണ മുഴുവൻ, വീഞ്ഞു മുഴുവൻ അവന് വേണ്ടി കൊടുക്കുക. സ്നേഹിത, അതുപോലെ നീ എത്രയോ നാൾ നിനക്ക് വേണ്ടി കരുതി, നീ എത്രയോ നാൾ ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു, അതൊന്നും പ്രയോജനപ്പെടാതെ പോയപ്പോൾ വ്യക്തമായും ഒരു ശബ്ദം എൻ്റെ കാതുകളിൽ ഞാൻ കേൾക്കുക. ആരുടെയൊക്കെയോ ഒരു നല്ല മനുഷ്യായുസ് മുഴുവൻ അധ്വാനിച്ചെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരു പ്രതീക്ഷയ്ക്കും ഒരു ആഗ്രഹത്തിനും ഒത്തവണ്ണം ഉയരാൻ കഴിയാത്ത നിരാശ നിന്നെ ഭരിക്കുമ്പോൾ ഇതാ നിന്റെ അരികത്ത് ആ നല്ല ശമരിയക്കാരൻ ഇറങ്ങി വന്നിട്ട് ഒന്ന്, അവൻ എണ്ണയും വീഞ്ഞും പകർന്ന് നിന്നെ രക്ഷ ചെയ്യും. എണ്ണയും വീഞ്ഞും പകർന്നത് ശരീരത്തിൻ്റെ ബലത്തിനു വേണ്ടിയാണ്. അടുത്ത വേർഡ്, അവന്റെ മുറിവുകളെ കെട്ടി. എണ്ണയും വീഞ്ഞും പകർന്ന് മുറിവുകളെ കെട്ടി. നോക്കിക്കേ, ഒരു മനുഷ്യന്റെ മുറിവുകളെ കെട്ടുവാൻ ഒരു പരിചയവുമില്ലാത്ത, അല്ലെങ്കിൽ ഒരു ബന്ധവുമില്ലാത്ത ഈ സഹോദരന്റെ മുറിവുകളെ കെട്ടുവാൻ തക്കവണ്ണം ആഴത്തിലുള്ള ആ സ്നേഹത്തിന്റെ പ്രകടനം എത്ര വലുതാ ഒന്ന് ശ്രദ്ധിച്ചേ. ഇന്ന് പലപ്പോഴും നിന്റെ ജീവിതത്തിൽ മുറിവ് വന്നുകൊണ്ടല്ലേ പല ബന്ധങ്ങളും നിന്നിൽ അകന്നുപോയെ? മുറിവുകൾ വന്നപ്പോഴല്ലേ സ്നേഹിതർ നിന്നെ വിട്ടുപോയെ? മുറിവുകൾ വന്നപ്പോഴല്ലേ കണ്ട പലരും നിന്നെ കണ്ടില്ലെന്ന് നടിച്ചേ? മുറിവുകൾ വ്രണം വന്നപ്പോഴല്ലേ നിന്റെ അകത്തു നിന്ന് പലരും ഓടിയാകുന്നത്? എന്നാൽ ഇതാ ഈ നല്ല ശമരിയക്കാരൻ നിന്റെ അരികത്ത് വന്നിട്ട് അവൻ നിന്റെ മുറിവുകളെ കെട്ടുക. ഇത് പറയുമ്പോൾ എൻ്റെ അകത്തൊരു വലിയ ദൈവശബ്ദം മുഴങ്ങുക. ശരീരത്തിന്റെ മുറിവിനേക്കാൾ ആഴത്തിൽ നിന്റെ മനസ്സിന്റെ മുറിവുകളെ കെട്ടുന്ന ഒരു നല്ല ശമരിയക്കാരൻ. സഹോദര, ആർക്കാ അത് ചെയ്യാൻ പറ്റുന്നേ? അത് ചെയ്യാൻ പറ്റുന്ന ഒറ്റ ഒരാളേ ഉള്ളൂ, നസ്രയനായ യേശു. മനസ്സ് മുറിവിൽപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിന്റെ മനസ്സ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും
ശുഭമായും സുഖമായും ഇരിക്കും. അപ്പൊ മനസ്സ് ശുഭമായാൽ എല്ലാത്തിന്റെ മേലും ഒരു ശുഭതയുണ്ടാവും. പക്ഷെ മനസ്സ് മുറിപ്പെട്ടാലോ? ശരീരത്തിന്റെ മുറിവ് മനസ്സിനെ ആഴത്തിൽ വ്രണപ്പെടുത്തി. എൻ്റെ അകത്തൊരു ദൈവശബ്ദം ഞാനിങ്ങനെ കേൾക്കുകയാണ്. നിന്റെ നഷ്ടങ്ങൾ നിന്റെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ട്, നിന്റെ സാമ്പത്തിക നഷ്ടം, ചില വ്യക്തിബന്ധങ്ങളുടെ നഷ്ടം, ഇത് നിന്റെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തി. ആത്മഹത്യ അല്ലാതെ എൻ്റെ ജീവിതത്തിനകത്ത് ഇനി ഒരു പ്രതീക്ഷയുമില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആരോ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹിത, ആത്മഹത്യ അല്ല പരിഹാരം. നിന്റെ മുറിവിനെ കെട്ടുവാൻ വരുന്ന ഒരു നസ്രായൻ നിന്റെ കരങ്ങളെ ഇന്ന് പകൽ തൊടുകയാണ്. മുറിവുകളെ, മനസ്സിന്റെ മുറിവിനെ കെട്ടുന്ന ഒരു യേശു നിന്റെ അരികത്ത് അവിടെ ഇറങ്ങി വരുന്നു. അക്ഷരാർത്ഥത്തിൽ ആ ഒരു ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം എൻ്റെ മൺകൂടാരത്തിൽ എനിക്കറിയാം, എൻ്റെ ശരീരത്തിൽ എനിക്കറിയാം. കർത്താവ് പറയുന്നു, ചിലരെ അവരുടെ മനസ്സിന്റെ മുറിവുകളെ കെട്ടി എൻ്റെ ദൈവം രക്ഷ ചെയ്യുക. രക്ഷ ചെയ്യുവാൻ അല്ലെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ഒരു അനുഭവമില്ലാത്തതിന്റെ ജീവിതത്തിന്റെ ചരിത്രം എൻ്റെ ദൈവം മാറ്റാൻ. ഈ സഹോദരനെ നോക്കിയാൽ അവന്റെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും തകർന്നു, എല്ലാ അനുഭവങ്ങളും ഉടഞ്ഞു. അവന് രക്ഷ പ്രാപിപ്പാൻ ഒരു നിവൃത്തിയില്ല, ആരുമില്ല, ആരെയും അവന് കോണ്ടാക്ട് ചെയ്യാൻ ഒരു മാർഗവും ഇല്ലാതിരിക്കുമ്പോൾ രക്ഷ ചെയ്യുന്ന ഒരുവൻ അവന്റെ എല്ലാ മുറിവുകളെയും കെട്ടി. അടുത്ത വേർഡ് 34 വാക്യത്തിൽ, ലൂക്കോസ് 10:34 വാക്യത്തിൽ കാണുന്നത്, അവന്റെ മുറിവുകളെ കെട്ടി വാഹന മൃഗത്തിൽ അവനെ കയറ്റി. ശ്രദ്ധിച്ചേ, ഒരു സാധ്യതയുമില്ല ഈ ശമരിയക്കാരന്റെ വാഹനത്തിന്റെ മൃഗത്തിന്റെ പുറത്തൊന്ന് കയറാൻ. പക്ഷെ നിനക്ക് ശത്രു മുറിച്ച മുറിവ് തിന്മയ്ക്ക് ഭവിച്ചതെങ്കിലും അത് നന്മയായി മാറി. എങ്ങനെ നന്മയായി മാറി? നിനക്കൊരിക്കലും കയറുവാൻ സാധ്യതയില്ലാത്ത ശമരിയക്കാരന്റെ വാഹനത്തിന്റെ പുറത്ത് നിന്നെ അവൻ കയറ്റി. ഇത് കേൾക്കുന്ന പ്രിയരെ, ഇന്ന് പകൽ ശത്രു തിന്മയ്ക്ക് വിതച്ചത് നിന്റെ ജീവിതത്തിൽ ദൈവം നന്മയാക്കി മാറ്റാൻ പോകും. ശത്രു നിന്നെ മുറിച്ചു, പരാജയം നിന്നെ മുറിച്ചു. അത് നിന്റെ ജീവിതത്തിൽ ഒരു വലിയ തിന്മയ്ക്ക് കാരണമായി ഭവിക്കും എന്ന് തോന്നിയത് ഇന്ന് പകൽ നന്മയാകുക. ഒന്ന് ശ്രദ്ധിച്ചേ, ഇവൻ ആ വാഹന മൃഗത്തിൽ കയറുമ്പോൾ, ഇപ്പൊ ഇവനാരുടെ വാഹന മൃഗത്തിന്റെ പുറത്തായിരിക്കുന്നത്? അവന്റെ സ്വയം അധ്വാനത്തിൽ അവൻ നേടിയ വാഹന മൃഗത്തിന്റെ പുറത്തല്ലിരിക്കുന്നത്. അവൻ ഇരിക്കുന്നത് ശമരിയക്കാരന്റെ വാഹന മൃഗത്തിൽ. എണ്ണ കരുതിയിട്ടുള്ള, മുറിവുകളെ കെട്ടുവാൻ കഴിവുള്ള, സ്വാധീനതകളുള്ള, സാധ്യതകളുള്ള, സാമർഥ്യമുള്ള ഒരുവന്റെ വാഹനത്തിന്റെ മൃഗത്ത് അവനെ ഇരുത്തിയിരിക്കുക. സ്നേഹിത, ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിനക്കിരിക്കുവാൻ ഒരു സാധ്യതയുമില്ലാത്ത ചില ഇരിപ്പിടങ്ങളിൽ ദൈവം നിന്നെ ഇരുത്താൻ പോവുകയാണ്. എൻ്റെ അകത്തൊരു ദൈവശബ്ദം വരുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില പ്രമോഷനുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ചില പുതിയ ഇരിപ്പിടങ്ങൾ, ഒരിക്കലും ഒരു സാധ്യതയുമില്ലാത്ത ചില പുതിയ മേഖലകൾ ദൈവാത്മാവ് ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ തുറന്നു കൊടുക്കുകയാണ്. അവൻ ആ വാഹന മൃഗത്തിൽ ഇരിക്കുന്നു. ഇനി ശ്രദ്ധിച്ചേ, ആ വാഹന മൃഗത്തിൽ അവൻ ഇരിക്കുമ്പോൾ അവൻ ആരോഗ്യമുള്ളവനായിട്ടല്ല ഇരിക്കുന്നത്. അവൻ സാധ്യതയുള്ളവരായിട്ടല്ല, അല്ലെങ്കിൽ ഇരിക്കുവാനുള്ള യോഗ്യത ഉണ്ടായിട്ടല്ല. ശരീരം മുഴുവൻ മുറിപ്പെട്ട് ബലഹീനനായി, പരാജിതനായി, കരുതിയതെല്ലാം നഷ്ടപ്പെട്ടവനായിരിക്കുന്നു. പക്ഷെ അവൻ ഇപ്പോൾ ഇരിക്കുന്ന ഇടം ശമരിയക്കാരന്റെ വാഹനത്തിന്റെ പുറത്താണ്. നിനക്കൊരു സാധ്യതയില്ലേ, നിനക്കൊരു പ്രതീക്ഷയില്ലേ? പക്ഷെ ഇന്ന് പകൽ വിശ്വസിക്കൂ, രക്ഷ ചെയ്യുന്ന ഒരുവന്റെ വാഹന മൃഗത്തിൽ നിന്നെ കയറ്റാൻ പോവുകയാണ്. അടുത്ത ഭാഗം അവിടെ കാണുന്നത് വഴിയമ്പലത്തിൽ എത്തിച്ചു. സ്നേഹിത, നീ ഈ വാഹന മൃഗത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ടെത്തിക്കുന്ന ഇടം കരുതുന്ന, കരുതലുള്ള, പ്രതീക്ഷയുള്ള, പ്രത്യാശ വർദ്ധിക്കുന്ന, നഷ്ടപ്പെട്ട ജീവനൂടെ മടക്കി ലഭിക്കുന്ന, നഷ്ടപ്പെട്ടതൂടെ തിരികെ എത്തിക്കുന്ന ഒരു വഴിയമ്പലത്തിലാണ്. നിനക്കൊരു കാര്യം പറയാൻ പറ്റും, അവനവിടെ വഴിയമ്പലത്തിൽ എന്നെ കൊണ്ടെത്തിച്ചാൽ എനിക്ക് ചെലവഴിക്കാൻ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോയി, നഷ്ടപ്പെട്ടു. സ്നേഹിത, നിന്റെ കയ്യിൽ ഒന്നും വേണ്ട. ഇന്ന് പകൽ നിന്നെ കയറ്റിയിരിക്കുന്ന ഈ വാഹന മൃഗത്തിൽ നിന്നെ കൊണ്ടെത്തിക്കുന്നത് ഈ വഴിയമ്പലത്തിലാണെങ്കിൽ
വഴിയമ്പലത്തിൽ ചിലവാകുന്നതുകൂടെ നിനക്ക് വേണ്ടി കൊടുക്കാൻ, ചിലവാക്കാൻ മനസ്സുള്ള, സാധ്യതയുള്ള ഒരു ശമര്യക്കാരനാ നിന്റെ അരികത്ത് വന്നിരിക്കുന്നത്. ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, നിന്നെ ശത്രു തകർത്തത് നിന്റെ ജീവിതത്തിൽ നന്മയാകാൻ പോവുകയാണ്. ആ വഴിയമ്പലത്തിൽ കൊണ്ടെത്തിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ ശമര്യക്കാരന് പറയാനൊരു സന്ദേശമുണ്ട്. ഇവനെ സൗഖ്യമാക്കണം. ഇവന് നഷ്ടപ്പെട്ട ജീവൻ, അർത്ഥപ്രാണനായവന്റെ ഇവന്റെ നഷ്ടപ്പെട്ട ജീവൻ ഇവന്റെ അകത്ത് മടങ്ങി വരണം. അതുമാത്രം പോരാ, ഇവന് വേണ്ടി അധികം വല്ലതും ചെലവിട്ടാൽ അവനോട് ചോദിക്കണ്ട, അത് ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഒരു ശമര്യക്കാരൻ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ പേര് യേശു എന്നാണ്. നിനക്ക് വേണ്ടി എന്ത് ചെലവിട്ടാലും അത് മടക്കി ചോദിക്കാതെ അധികം ചിലവിട്ടതുകൂടെ നിനക്ക് വേണ്ടി നൽകി തരുവാൻ കഴിവുള്ള ഒരു നല്ല ശമര്യക്കാരൻ. അവൻ എണ്ണയും വീഞ്ഞും പകർന്നു, മുറിവുകളെ കെട്ടി, വാഹന മൃഗത്തിൽ കയറ്റി വഴിയമ്പലത്തിൽ കൊണ്ടെത്തിക്കുന്നു. ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് പകൽ എണ്ണയും വീഞ്ഞും പകരുന്ന ഒരുവൻ അടുത്ത് വന്നിരിക്കുന്നു. മുറിവുകളെ കെട്ടുന്ന ഒരുവൻ അടുത്ത് വന്നിരിക്കുന്നു. നിങ്ങളെ അവന്റെ വാഹന മൃഗത്തിൽ അവൻ കയറ്റുന്നു. അവൻ വഴിയമ്പലത്തിൽ കൊണ്ട് എത്തിക്കുന്നു. അവന്റെ കയ്യിലിരിക്കുന്ന വെള്ളി നാണയങ്ങൾ അവൻ നിനക്കായി ചിലവഴിക്കുന്നു. ഇതെല്ലാം ചെയ്തത് എന്തിനാണെന്നറിയാമോ? ഒറ്റ കാര്യം, അവന് രക്ഷ ചെയ്യുക. പ്രിയരെ, ഈ പകൽ രക്ഷപ്പെടുവാൻ ഒരു സാധ്യതയും നീ കാണാതിരിക്കുമ്പോൾ രക്ഷപ്പെടുവാൻ സാധ്യതയുള്ള ഏക മാർഗം, ഏക അനുഭവം യേശുവിൻ്റെ ജീവിതമാണ്. കർത്താവ് ഇന്ന് പകൽ വിളിക്കുന്നു. യേശു ഇന്ന് പകൽ താങ്കളെ വിളിക്കുകയാണ്. താങ്കളുടെ തകർച്ച ഒരു പരാജയമാക്കി മാറ്റുമെങ്കിൽ ഇല്ല, ഇതാ ഒരു വിജയത്തിലേക്ക് താങ്കളെ കൊണ്ടുപോകാൻ എൻ്റെ യേശുവിൻ്റെ ശബ്ദം. ആ ശമര്യക്കാരൻ വഴിയമ്പലത്തിൽ കൊണ്ടുപോയി ആ സ്നേഹിതനെ ആക്കി അവന് വേണ്ടി എല്ലാ പ്രവൃത്തികളും ചെയ്തതുപോലെ നീ ആയിരിക്കുന്ന നിന്റെ പരാജയത്തിൻ്റെ ഭവനത്തിനകത്ത് ഇന്ന് പകൽ എൻ്റെ യേശു ഇറങ്ങി വരിക. നീ ആയിരിക്കുന്ന നിന്റെ പരാജയമെന്ന് വെല്ലുവിളിക്കുന്ന ഈ രോഗത്തിന്റെ മുൻപിൽ എൻ്റെ യേശു ഇറങ്ങി വരിക. നീ ആയിരിക്കുന്ന നിന്റെ മനസ്സിന്റെ, ശരീരത്തിന്റെ മുറിവുകൾക്ക് മുൻപിൽ എൻ്റെ യേശു ഇറങ്ങി വരിക. നീ ആയിരിക്കുന്ന നഷ്ടങ്ങൾക്ക് മുൻപിൽ ഇനി ഞാൻ അലയണം, ഇനി ഞാൻ നടക്കണം, ഇനി എനിക്ക് സ്വന്തമായ ഒരു വാഹനം ഉണ്ടാകില്ല, എനിക്ക് അലയാതെ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ഇതാ ശമര്യക്കാരന്റെ വാഹന മൃഗം നിനക്ക് വേണ്ടി കരുതിയിരിക്കുന്നു. ഇന്ന് പകൽ എല്ലാ കരുതലുകളുമായി ഇറങ്ങി വന്നിരിക്കുന്ന ആ യേശുവിന്റെ മുൻപിൽ ഒരു പക്ഷേ ലേവ്യൻ മാറിപ്പോയിരിക്കാം, ഒരു പക്ഷേ പുരോഹിതൻ മാറിപ്പോയിരിക്കാം, ഒരു പക്ഷേ മാതാപിതാക്കൾ നിന്നെ കൈവിട്ടിരിക്കാം, ഒരു പക്ഷേ സ്നേഹബന്ധങ്ങൾ നിന്നെ അകന്നു പോയിരിക്കാം, ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് നിനക്ക് വിരോധമായിരിക്കാം, ഒരു പക്ഷേ സാമ്പത്തിക അനുഭവങ്ങൾ, നന്മകൾ നിനക്ക് വിരോധമായിരിക്കാം. മുഴുവൻ കടഭാരവും രോഗവും നിരാശയും കഷ്ടതയും വേദനയും പോരാട്ടവും കൊണ്ട് നിന്റെ ജീവിതം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇതാ രക്ഷ ചെയ്യുവാൻ കടന്നു വരുന്ന യേശു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 30-ാമത്തെ വാക്യം തുടങ്ങി കാണുന്ന ഈ ശമര്യക്കാരൻ ഇന്ന് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരുന്നു. അവൻ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു. അവൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങി വരുന്നു. നിങ്ങളുടെ ശരീരം അവന് ആവശ്യമാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങളുടെ ശരീരത്തെ ഇന്നു മുതൽ ആത്മാവിന് വസിക്കുവാൻ യോഗ്യമായ ഒരാലയമാക്കി എൻ്റെ യേശു തീർക്കുന്നു. അങ്ങനെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിച്ചാൽ പിന്നെ പരാജയം നിങ്ങളെ തൊടുകയില്ല, രോഗം നിങ്ങളെ ജയിക്കുകയില്ല, ശത്രു നിങ്ങളെ തകർക്കുകയില്ല, ആഭിചാരം നിങ്ങൾക്ക് മുമ്പിൽ ഫലിക്കുകയില്ല. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് മകൾ രക്ഷയ്ക്ക് വേറൊരു മാർഗമില്ല, രക്ഷയ്ക്ക് വേറൊരു വ്യക്തിയില്ല, രക്ഷയ്ക്ക് വേറൊരു അനുഭവമില്ല, രക്ഷയ്ക്ക് വേറൊരു സാധ്യതയില്ല. നസ്രനായ യേശുവിൻ്റെ നാമം മാത്രം. ഈ ശബ്ദത്തിന് മുമ്പിൽ, ഈ യേശുവിൻ്റെ സ്നേഹത്തിലൂടെ എൻ്റെ മുറിവുകൾ കെട്ടപ്പെടുവാൻ, എനിക്ക് എണ്ണയും വീഞ്ഞും പകരപ്പെടുവാൻ, എനിക്ക് അവൻ്റെ വാഹന മൃഗത്തിലൊന്ന് കയറുവാൻ, എനിക്ക് വഴിയമ്പലത്തിൽ എന്നെ കൊണ്ടൊന്ന് എത്തിക്കുവാൻ കഴിവുള്ള യേശു എൻ്റെ രക്ഷിതാവായി, എൻ്റെ കർത്താവായി, എൻ്റെ രക്ഷകനായി എൻ്റെ ജീവിതത്തിലേക്ക് വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഒരു നിമിഷം
ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകൾ എന്തുമാകട്ടെ, ജീവിതത്തിലെ വെല്ലുവിളികൾ എന്തുമാകട്ടെ, ജീവിതത്തിന്റെ ചോദ്യചിഹ്നങ്ങൾ എന്തുമാകട്ടെ, ഏക ഉത്തരം യേശു. ആ കർത്താവിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥന നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ഒരു വിടുതൽ പ്രതീക്ഷിക്കുന്നെങ്കിൽ, ഒരു നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കൂ. വിടുവിക്കുവാൻ കഴിയുന്നവൻ നമ്മുടെ കൂടെയുണ്ട്. കണ്ണുകൾ അടയ്ക്കുക. സ്വർഗീയ പിതാവേ, ഈ ശബ്ദത്തിന് മുൻപിൽ ദൈവിക വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ട് ആഴത്തിൽ മുറിവേറ്റവരായി, മനസ്സ് തകർന്നവരായി നിൽക്കുന്ന ഈ പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം സൗഖ്യമാക്കണമേ. അവർക്ക് വേണ്ടി എണ്ണയും വീഞ്ഞും അവിടുന്ന് പകരണമേ. അങ്ങയുടെ വാഹന മൃഗം അവർക്കായി ഒരുക്കണമേ. അവരെ വഴിയമ്പലത്തിൽ കൊണ്ടെത്തിക്കണമേ. അവർക്ക് വേണ്ടി അങ്ങയുടെ കരത്തിലെ നന്മകൾ ചിലവഴിക്കണമേ. അത് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടതിനായ സ്തോത്രം. അത് ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞ നസ്രയന്റെ നാമത്തിൽ ഇവർ രക്ഷ പ്രാപിച്ചിരിക്കുകയാണ്. സ്തോത്രം. കർത്താവേ, നിന്റെ കൃപ നിന്റെ മക്കളുടെ കൂടെയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശ്വസിക്കുക, ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവന്റെ എണ്ണയും വീഞ്ഞും പകർന്നു കഴിഞ്ഞു. വിശ്വസിക്കുക, ഈ കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി അവന്റെ വാഹന മൃഗത്തെ ഒരുക്കി കഴിഞ്ഞു. വിശ്വസിക്കുക, ഈ രക്ഷകൻ ഇന്ന് പകൽ നമ്മുടെ എല്ലാ മുറിവുകളെയും കെട്ടിക്കഴിഞ്ഞു. വിശ്വസിക്കുക, അവൻ തന്നെ നമ്മെ വഴിയമ്പലത്തിൽ കൊണ്ടെത്തിച്ചു. വിശ്വസിക്കൂ, അവൻ തന്നെ നമുക്ക് വേണ്ടി ചിലവഴിച്ചു. നമ്മൾ ഒരിക്കൽ അവനെ മുഖാമുഖമായി കാണും. അവൻ അന്ന് ചെയ്ത എല്ലാ നന്മകളെയും ഓർത്ത് നമുക്ക് നന്ദി പറയുവാൻ പ്രത്യാശയുള്ളവരായി, വിശ്വാസമുള്ളവരായി, രക്ഷയെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. God bless you. God bless you. God bless you.